കുറെ ആൾക്കാർ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. ബഹുമാനിക്കപ്പെടേണ്ടത് ഏതും അങ്ങനെ തന്നെ കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ കാറിലൊട്ടിക്കണ്ടു? കാറിലൊട്ടിക്കുകയാണോ? അതിലേക്ക് വിസർജനം, കാക്ക വിസർജനം പോലെയുള്ള നേഴ്സ് വരാതിരിക്കാൻ എന്ത് മാർഗമുള്ളത് അത് സ്വീകരിക്കേണ്ടി വരും. ചിലപ്പോൾ കാറിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ വല്ല ഒരു കുട പോലത്തെ സാധനം ഉണ്ടാക്കി വെക്കേണ്ടി വരും. അത് പോറല്ലേ എന്നാണോ? അത് പോറൊന്നുമല്ല. പലപ്പോഴും കുട്ടിച്ചാത്തന്മാരും സ്പൈഡർമാനും ഒക്കെ ഇരിക്കണ കാണാറില്ലേ കാറിന്റെ ബാക്കിൽ മേലെ കയറിയിട്ട്? അത് തിരക്കടില്ല. കുട വെക്കണത് മോശമാണ്. എന്നാ വെക്കണ്ട റസൂൽ, എന്നാ വെക്കണ്ട ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. ഞാൻ ആലോചിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂൽ ഒരു ചെയ്താൽ മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബിദ്അത്താണ്, മതവിരുദ്ധാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലെ ആളുകളാണ് അത്ര ഇത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ കുതിരവണ്ടിയുടെ, കാളവണ്ടിയുടെ, ഒട്ടക വണ്ടിന്റെ ഒക്കെ ബാക്കിൽ എഴുതി വെച്ചിരുന്നല്ലോ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടക കട്ടിലിന്റെ ബാക്കിലൊക്കെ അതായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ ലെറ്ററായിട്ട് ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. വിശുദ്ധി വളരെ പ്രധാനമാണ്. പള്ളിയിൽ കയറാൻ പാടില്ല നജസ്. വിശുദ്ധമായ ഒരു സംഗതിയിലും നജസ് പാടില്ല. തസ്ബീഹ്മാലൊക്കെ ഇപ്പൊ ഒരു വലിയ സംഭവം ഒന്നുമല്ല ആണോ? നമുക്ക് തസ്ബീഹ്മാല തന്നെ വേണമെന്നില്ല, തസ്ബീഹ് ചൊല്ലാൻ. പക്ഷെ അതൊരു മതത്തിന്റെ സിംബലാണ്. ദിക്ർ ചൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് നജസാകാൻ പാടില്ല. നമ്മൾ ബഹുമാനിക്കേണ്ട ചില സംഗതി ഇല്ലേ? ഈ തൊപ്പി നിലത്ത് കിടക്കണ്, കാലുകൊണ്ട് എടുത്തേക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിംബലാ. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചർമ്മം പോയി തൊപ്പിയിട്ടാൽ ആശാൻ ദുരവസ്ഥയിൽ ഇസ്ലാം ആയാൽ എന്നുള്ളതിന്റെ പര്യായം പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ്. ആർക്ക് ദേഷ്യം വന്നിട്ടും കാര്യമില്ല. അത് പൊടി കൂടുന്ന എഴുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറബികളൊക്കെ ഇട്ടതുപോലെ ധരിച്ചതാന്നൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഇസ്ലാമിന്റെ സിംബലാണത്. ആശാന് വരെ അറിയാം. ഇസ്ലാം ആവുക എന്നുള്ളതിന് പകരം അയാൾ പറയണത് തൊപ്പിയിട്ടാൽ എന്നാണ്. അപ്പൊ തൊപ്പിനെ അവഹേളിക്കും വിധത്തിലൊരു പ്രവർത്തനം നമ്മുടെ ഇന്നുണ്ടാവാൻ പാടില്ല.